തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെയെന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും ദിവാകരൻ പറഞ്ഞു. എന്നാൽ ദിവാകരന്റെ വാദങ്ങൾ സിപിഎം തള്ളുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചു. രഹസ്യ ഒത്തുതീർപ്പുണ്ടായിരുന്നില്ലെന്നും അന്വേഷണം തന്നെയായിരുന്നു സമരത്തിന്റെ ആവശ്യമെന്നും എ കെ ബാലൻ പ്രതികരിച്ചു. ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. അത് മാത്രമല്ല, അന്നൊരു കൺസിലിയേറ്ററി ഒരു ചർച്ച നടന്നിരുന്നു. തിരുവഞ്ചൂരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന്. ജുഡീഷ്യൽ കമ്മീഷനെ അല്ല, രഹസ്യമായിട്ടുള്ളതല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ അതവിടെ പ്രഖ്യാപിച്ചല്ലോ. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാമെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ശരി, ഓക്കെ. സോളാർ സമരം തീർത്തതിന് പിന്നിൽ രഹസ്യധാരണയെന്ന സി ദിവാകരന്റെ ആരോപണം തള്ളി അന്ന് കെപിസിസി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല. തന്റെ അറിവിൽ ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി പറയട്ടെ. UDFന് ഒന്നും ഒളിക്കാനില്ലാത്തതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്റെ അറിവിൽപ്പെട്ടിടത്തോളവും ഒരു രഹസ്യധാരണ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ഡിമാൻഡ് പ്രതിപക്ഷത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു, ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു. ഒരു ഒത്തുകളി ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി ദിവാകരന് വല്ല അറിയാമെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ഇനി അതില്ല ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. ഞങ്ങൾ ജനാധിപത്യപരമായി ചെയ്ത ഒരു കാര്യമാണ്. അതിനകത്ത് CPM ആയിട്ടോ ഇടതുമുന്നണിയായിട്ടോ ഒരു കൂട്ടുകെട്ടുമെന്ന് തിരുവഞ്ചൂർ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനു മുൻപും ശേഷവും കേരളം കണ്ടിട്ടില്ലാത്ത സമരരൂപമായിരുന്നു സോളാർ സമരം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഇടതുമുന്നണി നടത്തിയ സമരം അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ വെട്ടിലാക്കി. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരമെങ്കിലും ജുഡീഷ്യൽ അന്വേഷണമെന്ന സർക്കാർ വാഗ്ദാനത്തിനു മുന്നിൽ സമരക്കാർ വഴങ്ങി. ഇത് എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് അന്നു മുതൽ ഉയരുന്നത്. 2013 ജൂൺ 3 തട്ടിപ്പ് കേസിൽ സരിതാ നായർ അറസ്റ്റിലായതോടെയാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സോളാർ കേസിന്റെ തുടക്കം. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ, കേസുകൾ, വെളിപ്പെടുത്തലുകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഭരണപക്ഷത്തെ ഏതാണ്ട് എല്ലാ പ്രമുഖർക്കെതിരെയും ആരോപണ പെരുമഴ. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രക്ഷോഭം. സോളാർ അഴിമതി ആരോപണത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആടിയുലയാൻ തുടങ്ങി. സർക്കാരിന്റെ പ്രതിരോധ നീക്കങ്ങളെല്ലാം പാളി. ഇതോടെ വർദ്ധിത വീര്യത്തോടെ പ്രതിപക്ഷം സമരം ശക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ രാജിവരെ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച ഇടതുമുന്നണി. അതിനു മുന്നോടിയായി സംസ്ഥാനമൊട്ടാകെ പ്രചരണ പരിപാടികൾ, തയ്യാറെടുപ്പുകൾ. 3.5 കോടി മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇവിടെ അണിനിരന്നിരിക്കുന്ന ഈ 1 ലക്ഷത്തിൽ പരം സമരസഖാക്കൾ ആ സന്ദേശം കേരളമാകെ പ്രചരിപ്പിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് 12 സമരം ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടതുമുന്നണി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒഴുകി. തലസ്ഥാന നഗരം സ്തംഭിച്ചു. ചരിത്രത്തിലാദ്യമായി 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടിയുടെ അസാധാരണ നീക്കം. എന്നിട്ടും സമരത്തിന് അയവുണ്ടായില്ല. മറ്റു വഴികളില്ലാതെ രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പരന്നു. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി മാറി നിന്നുള്ള അന്വേഷണമല്ലാതെ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നായിരുന്നു സമരക്കാരുടെ ആദ്യ നിലപാട്. തുടർ സമരം തീരുമാനിക്കാൻ AKG സെന്ററിൽ ഇടതുമുന്നണിയുടെ നിർണായക യോഗം. യോഗശേഷം നേതാക്കൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പിന്നീടാണ് ശരിക്കും കേരളം ഞെട്ടിയത്. സമരം അവസാനിപ്പിക്കുകയാണെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ വേദിയിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രഖ്യാപനം. ഇപ്പോൾ നാം നടത്തിവരുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം ഇന്നത്തേതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കും. തിങ്ങിക്കൂടി അണികൾ മാത്രമല്ല, തലമുതിർന്ന നേതാക്കൾ പോലും ഞെട്ടലോടെയാണ് ആ പ്രഖ്യാപനം കേട്ടത്. സമരം ചരിത്ര വിജയമെന്ന് അവകാശപ്പെട്ട് നേതാക്കൾ പിരിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കാതെ എന്തു വിജയമെന്ന ചോദ്യം അണികളിലും കേരള സമൂഹത്തിലും ഉയർന്നു. ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന വിമർശനം ശക്തമായി. TP കേസിൽ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന ആക്ഷേപവും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ, ഭരണത്തെ സ്തംഭിപ്പിച്ച ഒരു സമരം. അതാണ് പ്രധാന ആവശ്യത്തിൽ തീരുമാനമുണ്ടാകും മുമ്പ് സമരക്കാർ പാതി വഴിയിൽ ഇട്ടെറിഞ്ഞു പോയത്. എന്തായിരുന്നു സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് പിന്നിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളെന്ന സംശയം നേരത്തെ ഉയർന്നതാണ്. അന്ന് സമരത്തിന്റെ മുന്നണി പോരാളിൽ ഒരാളായിരുന്ന സി ദിവാകരൻ തന്നെ
ഇപ്പോൾ അതേ സംശയം ഉയർത്തുന്നത് ഇതിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.